Good morning, one and all. Today, let us have a discussion on different types of inquiries. In the last class, we have completed personal inquiries and telephonic inquiries. Today, we continue with the remaining types of inquiries, like inquiry about the death of a person, dinner talk inquiries, inquiries about services, inquiries about procedures. About totally, there are 6 types of inquiries. അതിൽ ഫസ്റ്റ് ടു ഏതൊക്കെ പേഴ്സണൽ എൻക്വയറീസും അതുപോലെ തന്നെ ടെലിഫോണിക് എൻക്വയറീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടുഡേ വി കണ്ടിന്യൂ വിത്ത് എൻക്വയറീസ് അബൌട്ട് ദി ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഓക്കെ, enquiry about the death of a person. It is very sensitive matter to inquire about the death of a person. അല്ലെ, അപ്പൊ നമുക്കറിയാം മരണം എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സബ്ജക്റ്റ് ആണ്. അപ്പം ഡെത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ സീക്ക് ചെയ്യുന്ന സമയത്ത്, ചോദിച്ചറിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വി ഹാവ് ടു ബി മോർ കെയർഫുൾ. Okay, when we talk with anyone who needs comfort and consolation, we are not supposed to ask direct questions. ഇപ്പൊ നമ്മൾ അല്ലെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്, സീക്ക് ചെയ്യുന്നത് ആ മരിച്ച ആളുകളുമായി ബന്ധപ്പെട്ട ആളുകളോടായിരിക്കും അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും അവര് മാനസികമായിട്ട് ഓൾറെഡി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും അല്ലെ, മാനസികമായി തകർന്ന ആളുകളായിരിക്കും അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വി ആർ നോട്ട് സപ്പോസ് ടു ആസ്ക് എനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ എൻക്വയറി നടത്തേണ്ടത് അല്ലെങ്കിൽ സീക്ക് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റിമെമ്പർ വി ആർ നോട്ട് സപ്പോസ് ടു ആസ്ക് എനി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദി ഡെത്ത് അല്ലെ. അപ്പൊ നോക്ക് നിങ്ങൾ, I heard it was all too sudden. I heard it was all too sudden. അല്ലെ, നോക്ക് നിങ്ങൾ. അപ്പൊ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അല്ലെ. ഡെത്തിനെ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന പോലുമില്ല. റൈറ്റ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. വാസ് ഇറ്റ് അറ്റ് ഹോം അല്ലെ. അപ്പം എവിടെ നിന്നാണ് മരിച്ചത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ചോദിക്കുന്നത് നോക്കും നിങ്ങൾ. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അല്ലെ. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, വാസ് ഇറ്റ് അറ്റ് ഹോം അല്ലെ. ഇവിടെ ഒക്കെ ഡെത്തിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിന്നർ ടോക്ക് എൻക്വയറീസ്. ഇൻ ഡിന്നർ ടോക്ക് എൻക്വയറീസ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ഡയറക്റ്റ് അല്ലെ. ഏതുപോലെ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എൻക്വയറീസ് എല്ലാം തന്നെ അല്ലെ, ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം? ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡെത്തോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എൻക്വയറീസ് ആണെങ്കിലും അതിന് മുന്നേയുള്ള എൻക്വയറീസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇൻഡയറക്റ്റ് ആയിരിക്കണം അല്ലെ. ദ സെയിം വേ ഇൻ ദ കേസ് ഓഫ് ഡിന്നർ ടോക്ക് ഓൾസോ എങ്ങനായിരിക്കണം? ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കണം, ഡയറക്റ്റ് ആവാൻ പാടില്ല അല്ലെ. ദേ മേ ബിഗിൻ ആസ് എ സ്റ്റേറ്റ്മെന്റ് ബട്ട് എക്സ്പെക്ട് എ റെസ്പോൺസ് അല്ലെ. അപ്പൊ ഡിന്നർ ടോക്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെ, ഡിന്നർ ടോക്കിൽ എങ്ങനെയാണ് ടോക്കുകൾ നടക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റുകളായിരിക്കും, ബട്ട് എക്സ്പെക്ട് എ റെസ്പോൺസ് അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല, പലതും സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ എന്ത് റെസ്പോൺസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, കിഡ്സ് ഇൻ സ്കൂൾ അല്ലെ, ക്വസ്റ്റ്യൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പക്ഷെ അത് റെസ്പോൺസ് അല്ലെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം there will be 1 or 2 direct yes or no questions which seeks information അല്ലെ. അപ്പം there can be 2 or 1 or 2 direct questions. അത് എവിടെ yes or no questions ആയിരിക്കും. ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ഒരിക്കലും എവിടെ ഡിന്നർ ടോക്കിൽ സാധാരണ വരാറില്ല അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എന്തില്ല, ഡിന്നർ ടോക്കിൽ സാധാരണ ഉണ്ടാവാറില്ല. there will be direct yes or no questions. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കി? they may begin as a statement but expect a response അല്ലെ. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും. അതുപോലെ തന്നെ there will be 1 or 2 direct yes or no questions ഉണ്ടായിരിക്കും അല്ലെ. ഒരുപാട് ചർച്ചകൾ ചെയ്യുന്ന രൂപത്തിലുള്ള ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെ ഉണ്ടാവില്ല, ഡിന്നർ ടോക്കിൽ സാധാരണ ഉണ്ടാവാറില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, എൻക്വയറീസ് അബൌട്ട് പ്രൊസീജിയേഴ്സ്. Okay, last one, enquiries about procedures. In our life, sometimes we have to ask questions about procedures അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പിന്നെ പ്രൊഫഷണൽ ലൈഫിലാവട്ടെ അക്കാഡമിക് ലൈഫ് ആവട്ടെ അല്ലെ, നമ്മൾ പിന്നെ
ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതായിട്ട് വരും ഇതിനെക്കുറിച്ച്, പ്രൊസീജിയേഴ്സിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ ഇഗ്നോ അല്ലെ, ഇഗ്നോയിൽ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് നിങ്ങൾ പ്രോഗ്രാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞ് UGC നെറ്റ് എക്സാമിനൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഫോളോ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഈ പ്രൊസീജിയേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പല ക്വസ്റ്റ്യൻസും നമുക്ക് ഡൗട്ട്സുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പം പ്രൊസീജിയേഴ്സ് ടെൽ us how to do particular things, or procedure tells us an established way of ഡൂയിങ് സംതിങ് അല്ലെ. അപ്പം എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പാസ്പോർട്ടിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇങ്ങനെ അതിനൊക്കെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരു ചെയ്യുന്ന ഒരു രീതിയുണ്ട്. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമുക്ക് എങ്ങനെ എൻക്വയറീസ് നടത്താൻ പറ്റും. ഓക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യമാണ് പ്രിസൈസ്നെസ് അല്ലെ, പ്രിസിഷൻ ഉണ്ടായിരിക്കണം അല്ലെ, പ്രിസൈസ് അല്ലെ, കൃത്യത ഉണ്ടായിരിക്കണം. പ്രിസൈസ്നെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് whenever we answer questions അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എൻക്വയറീസ് നടത്തുന്ന സമയത്ത് അല്ലെ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു എൻക്വയർ അബൌട്ട് ഇഗ്നോ അഡ്മിഷൻ പ്രൊസീജിയർ, ഇറ്റ് ഹാസ് ടു ബി ക്ലിയർ ആൻഡ് പ്രിസൈസ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, എൻക്വയറീസ് നടത്തുകയാണെങ്കിൽ എന്തായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം നമ്മൾ ചോദിക്കുന്ന അല്ലെ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ അല്ലെ എങ്ങനെയുള്ളതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഹാവ് ടു ഗിവ് ക്ലാരിഫിക്കേഷൻ വെൻ എക്സ്പ്ലെയിനിങ് പ്രൊസീജിയേഴ്സ് അല്ലെ. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചോദിക്കുന്ന സമയത്തും എന്തായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ ടൈപ്സ് ഓഫ് എൻക്വയറീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. ഓക്കെ. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻക്വയറീസ്, അതിൽ പേഴ്സണൽ എൻക്വയറീസ്, ടെലിഫോണിക് എൻക്വയറീസ്, അതുപോലെ തന്നെ എൻക്വയറി അബൌട്ട് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ, അതുപോലെ തന്നെ ഡിന്നർ ടോക്ക് എൻക്വയറീസ് അബൌട്ട് സർവീസസ്, അതുപോലെ തന്നെ അബൌട്ട് പ്രൊസീജിയേഴ്സ് അല്ലെ. അപ്പൊ ഈ ഒരു 6 types of inquiries ആണ്. Okay, anyway, let us stop here. Okay, bye.